കേരളത്തിന്റെ ഭംഗി അറിയണമെങ്കിൽ പാലക്കാട് പോകണമെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് സത്യമായ കാര്യമാണെന്ന് എനിക്ക് മനസ്സിലായ കുറച്ചു നാളുകളായിരുന്നു ഇതെല്ലാം. പാലക്കാടിന്റെ ഭംഗി നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ മനസ്സിലാക്കാൻ കൊല്ലങ്കോട് എന്ന കൊച്ചു ഗ്രാമം മാത്രം മതി. പ്രകൃതിയും ഈ ഗ്രാമവും അത്രമേൽ സൗഹൃദത്തിലാണ്. കൊല്ലങ്കോട് തന്നെ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും എന്റെ ആദ്യത്തെ യാത്ര വെള്ളരിമേട് എന്നൊരു വെള്ളച്ചാട്ടത്തിലേക്കാണ്. കൊല്ലങ്കോട് നിന്നും വെറും 6 കിലോമീറ്റർ മാത്രം ദൂരെ ഒളിഞ്ഞിരിക്കുന്ന ഈ വെള്ളച്ചാട്ടം നമുക്ക് ഒരുമിച്ച് കാണാം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഋഷികേശ്. ഒലവക്കോട് നിന്നും ഞാനൊരു 2 വീലറിലാണ് യാത്ര ആരംഭിച്ചത്. എന്നെപ്പോലെ ബസ്സിൽ യാത്ര ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത്, പാലക്കാട് പറ്റുമെങ്കിൽ നിങ്ങളൊരു 2 വീലർ എടുത്ത് തന്നെ യാത്ര ചെയ്യണം. ഈ ഗ്രാമത്തിലൂടെ ശുദ്ധമായ കാറ്റൊക്കെ ശ്വസിച്ച് പാടങ്ങളും മലകളും ഒക്കെ കണ്ട് യാത്ര ചെയ്യാൻ വല്ലാത്തൊരു ഫീല് തന്നെയാണ്. കൊല്ലങ്കോട് നിന്നൊരു 20 മിനിറ്റ് യാത്ര ചെയ്താൽ നമ്മൾ വെള്ളരിമേട്ടിലേക്ക് എത്തും. ഞാൻ സ്പീഡ് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് യാത്ര തുടർന്നു. റോഡിൽ ഇതുപോലെ ഒരു വെള്ള ബോർഡ് കാണാൻ സാധിക്കും. മെയിൻ റോഡിൽ നിന്നും ഡീവിയേറ്റ് ചെയ്ത് ഒരു ഇടറോഡിലൂടെയായി പിന്നത്തെ എന്റെ യാത്ര. ഹെൽമെറ്റ് ഒന്നും ഞാൻ തലേന്ന് ഊരിയിട്ടില്ല. വരുന്ന വഴിക്ക്, വെള്ളരിമേട് പോകുന്ന വഴിക്ക് ഞാൻ ചെറിയൊരു ഇടവഴി ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കിഡിലം വ്യൂ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. വിചാരിച്ചതുപോലെ തന്നെ ഗൈസ്, ഒരു അടിപൊളി വ്യൂ ആട്ടോ ഇവിടുന്ന്. വേണ്ടോ, ഇതുപോലെ പോകുന്ന ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. എല്ലായിടത്തും നിർത്തി ഇത് കാണാനുള്ള ഒരു ടൈം കൂടെ ഇല്ലാത്തത് കൊണ്ടാണ് നിർത്താത്തത്. അയ്യോ, ഓക്കെ, കിഡിലും കേട്ടോ, കിഡിലും. ഞാൻ എന്തായാലും വണ്ടി എടുത്ത് പതിയെ മുന്നോട്ട് പോവാണ് കേട്ടോ. കുറച്ചു ദൂരം യാത്ര ചെയ്തപ്പോൾ ഒരു പാലം കാണാൻ പറ്റി. ഒരു കുഞ്ഞരുവിയും അതിന്റെ തൊട്ട് സൈഡിലായി ഒരു ടിപ്പർ ലോറിയും. ഈ ലോറി കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ ലാലേട്ടന്റെ സ്ഫടിക മൂവിയാണ്. ചുരം കിടന്നെത്തുന്ന നല്ല തണുത്ത കാറ്റും കൺകുളിർക്കെ പച്ചവിരിച്ച പാടങ്ങളുമാണ് പാലക്കാടിന്റെ ഹൈലൈറ്റ്. പകുതി തമിഴും പകുതി മലയാളവും കലർന്ന ഒരു പ്രത്യേക ഫീലാണ് ഈ നാടിന്. പാലക്കാട് കോട്ടയും പഴയ അഗ്രഹാരങ്ങളും ഒരു വശത്ത്, നെല്ലിയാമ്പതിയും സൈലന്റ് വാലിയും മറുവശത്ത്. കൂടാതെ പോകുന്ന വഴി അമ്പലങ്ങളും ഓലമേഞ്ഞ കുടിലുകളും, എന്തിന് കള്ളുഷാപ്പ് വരെ ഞാൻ കണ്ടു. ഒരു ഓഫ് റോഡ് കൂടി കഴിഞ്ഞ ശേഷം അവസാനം ഞാൻ വെള്ളരിമേട്ടിലേക്ക് എത്തി. ഗൈസ്, അപ്പോൾ നമ്മൾ അങ്ങനെ വണ്ടിയിൽ നമുക്ക് ഈ ഒരു സ്പോട്ട് വരെ വരാം കേട്ടോ. ഇവിടെ നിന്ന് നമ്മൾ മുകളിലേക്ക് നടക്കുക ചെയ്യേണ്ടത്. വരുമ്പോൾ തന്നെ ഓലമേഞ്ഞ 2 കടകൾ നമുക്കിവിടെ കാണാം. വളരെ ആശ്വാസമാണ് കേട്ടോ, കാരണം കുറച്ച് വെയിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു കടയുള്ളതൊക്കെ വളരെ നല്ലതാണ്. അത്യാവശ്യം വെള്ളവും കാര്യങ്ങളൊക്കെ നമുക്ക് കരുതാം. എന്ത് സാധനങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് മേടിച്ചിട്ട് നമുക്ക് മുകളിലേക്ക് പോകാം കേട്ടോ. പിന്നെ പ്ലാസ്റ്റിക് പോലുള്ള സാധനങ്ങൾ മേടിച്ചിട്ട് നമ്മൾ മുകളിലോട്ടൊന്നും ഇടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്തായാലും ചേച്ചി എത്ര നാളായി ഇവിടെ കട തുടങ്ങിയിട്ട്? 4 വർഷമൊക്കെ ഇവിടെ കട. 4 വർഷം. ചേച്ചിയുടെ പേരെന്താ? എൻ്റെ പേര് ദമയന്തി. ഒരുപാട് പേര് വരുന്നുണ്ടല്ലേ ഇവിടെ? വരുന്നുണ്ട്. നന്നായ ആൾക്കാരൊക്കെ, നല്ലോണം വെള്ളം ഉണ്ടെങ്കിൽ നന്നായ ആൾക്കാരുണ്ടാവും. ഇപ്പൊ മഴന്റെ ഒരു പ്രശ്നം എപ്പോഴും ഉണ്ട്. ഒരുപാട് മഴ നമുക്ക് മുകളിലേക്ക് കയറാൻ പറ്റും. എന്നാലും ഇവിടെയാണെങ്കിൽ നമുക്ക് നിന്ന് കാണാൻ നല്ല ഭംഗിയാണ്. മഴയുണ്ടെങ്കിലാണ് ഇവിടെ കാണാൻ നല്ല ഭംഗി. പക്ഷേ കുറച്ച് വെള്ളമാണെങ്കിലും മേലേക്ക് കയറിയൊക്കെ പോയി അതിന്റെ അടിയിലൊക്കെ പോയി കുളിച്ചിട്ടൊക്കെ വരാം. ഇപ്പൊ 1-2 ദിവസമായിട്ട് വെയിലായതുകൊണ്ടാണ് ഇത്തിരി വെള്ളം കുറഞ്ഞത്. അല്ലെങ്കിൽ നല്ല വെള്ളച്ചാട്ടമാണ്. മഴയുണ്ടെങ്കിൽ കാണാൻ നല്ല ഭംഗിയാണ്. വീടൊക്കെ എവിടെയാ? വീട് അടുത്താണ്. അപ്പോൾ നമ്മളിത് ഈ മല കയറിയിട്ട് വെള്ളച്ചാട്ടത്തിലേക്ക് പോവാണ് കേട്ടോ. ഇവിടുന്ന് ഏകദേശം 1 കിലോമീറ്ററാണ് വെള്ളച്ചാട്ടത്തിലേക്കുള്ളത്. പാലക്കാടിൻ്റെ സൗന്ദര്യം ഒരു രക്ഷയില്ല. കേരളത്തിൻ്റെ സൗന്ദര്യം മനസ്സിലാക്കണമെങ്കിൽ പാലക്കാട് വരണം എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ലെന്ന് ഞാൻ മനസ്സിലാക്കി ഗൈസ്. കാരണം അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളാണ്, പ്രത്യേകിച്ച് കൊല്ലങ്കോട്. അപ്പോൾ നമുക്ക് എന്തായാലും മുകളിലേക്ക് പോകാം കേട്ടോ. അത്യാവശ്യം നല്ല കയറ്റാണ്. അപ്പോൾ ഒറ്റയ്ക്ക് വരുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എനിക്ക് അവിടെ വന്നപ്പോഴേ ആ ചേച്ചി പറഞ്ഞു തന്നൊരു കാര്യമാണ്, വഴി തെറ്റാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇച്ചിരി റിസ്ക് പിടിച്ച സ്ഥലമാണ്. അപ്പോൾ ഒറ്റയ്ക്ക് പോകുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. കൃത്യമായ വഴിയിലൂടെ പോയില്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും മലയിലൊക്കെ ചെന്നപ്പെടും. അപ്പോൾ ഇവിടെ ഉള്ളൊരു ചേട്ടനുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ ട്രൈ ചെയ്തു ഞാൻ ഒറ്റയ്ക്ക് ആയതുകൊണ്ട്. പക്ഷേ ആ ചേട്ടൻ വേറെ ഏതോ സ്ഥലത്താണ്, അതുകൊണ്ടിപ്പോൾ മുന്നോട്ട് പോയേ പറ്റൂ. പിന്നെ ഞാനവിടെ നിന്ന സമയത്ത് കുറച്ച് ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു. അവരും എന്തായാലും മുകളിലോട്ട് പോകുന്നുണ്ട്. ഞാൻ അവരോടൊപ്പം ജോയിൻ ചെയ്ത് മുന്നോട്ട് പോകാനാണ് നിൽക്കുന്നത് കേട്ടോ. ഞാൻ ഒരു സേഫ്റ്റിക്ക് വേണ്ടി പുള്ളിയുടെ നമ്പർ മേടിച്ചിട്ടുണ്ട്. എന്തെങ്കിലും പ്രോബ്ലം ആണെങ്കിൽ പുള്ളിയെ വിളിച്ചാൽ മതി എന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവരോടൊപ്പം ജോയിൻ ചെയ്യാം. കാരണം വേറെ ഒന്നുമല്ല, സേഫ്റ്റിയുടെ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്ത് മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ ഈ വെള്ളം എപ്പോഴാണ് വരുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അറിയാന്നുള്ള ഒരാളുടെ നമ്പർ അല്ലെങ്കിൽ ഒരാൾ കൂടെയുള്ള നല്ലതല്ലേ. അതുകൊണ്ട് കേട്ടോ, നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ വളരെ സേഫായിട്ട് ട്രാവൽ ചെയ്യാൻ ശ്രമിക്കുക. ഇവിടെയൊക്കെ വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ നല്ല അടിപൊളിയായിരുന്നു.
വെള്ളം കുറവായതുകൊണ്ട് നിറഞ്ഞൊന്നും ഒഴുകുന്നില്ല. എന്നിരുന്നാലും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. എനിക്ക് ഈ കാട്ടിലൂടെ നമ്മൾ ട്രക്ക് ചെയ്തിട്ട് ഏറ്റവും മുകളിലേക്ക് നമ്മൾ കയറി ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് എത്തുന്ന സമയത്തുള്ളൊരു ഫീലുണ്ടല്ലോ. നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇതുപോലെ ഫെൻസിങ് ഉണ്ട് കേട്ടോ. ഈ ഫെൻസിങ് കടന്നു വേണം നമുക്ക് മുന്നോട്ട് പോകാനായിട്ട്. ഈ പാറയുടെ ഇടയിൽ കൂടെ വേണം പോകാനായിട്ട്. പതിയെ കയറാം. ഒരു ഗ്രൂപ്പ് പയ്യന്മാർ ഇതേ കണ്ടിട്ട് പോകുന്നുണ്ട്. അവർ പറഞ്ഞ ഏറ്റവും ടോപ്പിലാണ് വെള്ളമുള്ളത്, ഇവിടെ അധികം വെള്ളമില്ല എന്ന് പറഞ്ഞു കേട്ടോ. കൂടെ വന്ന ഫാമിലി വഴി തെറ്റി അവർ അങ്ങോട്ടൊരു ചെറിയൊരു വെള്ളച്ചാട്ടം കണ്ടപ്പോൾ അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ. ആ വഴിയല്ല, ഞാൻ പറഞ്ഞു ഇവരെടുത്ത ആ വഴിയല്ല എന്ന് ഞാൻ ആ ചേട്ടനെ വിളിച്ചിട്ട് വഴി കൺഫേം ചെയ്തിട്ട് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. വഴി അറിയാമെന്നുള്ള രണ്ടുപേരെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഒരു കുഞ്ഞു വെള്ളച്ചാട്ടത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതല്ല, ഇവിടുന്ന് മുകളിലേക്ക് പോവാം. ഗൈസ്, പാമ്പ് ചുറ്റിപ്പണഞ്ഞ് നടക്കും പോലെ വള്ളി കിടക്കുന്നുണ്ടോ? അയ്യോ, ഇങ്ങനെ മുകളിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ചെറുതായിട്ട് വഴി തെറ്റിയോ എന്നൊരു ഡൗട്ട്. കൂടെ വന്നവരെ കാണാനില്ല. എന്നാലും നമുക്കൊരു ഊഹം വെച്ച് നമുക്കങ്ങ് പോവാം. വെള്ളച്ചാട്ടത്തിൻ്റെ ഒച്ച കേൾക്കുന്നുണ്ട്. ആ സൈഡിലാണ് കേൾക്കുന്നത് കേട്ടോ. ആൾക്കാരെ ശബ്ദം കേൾക്കുന്നുണ്ട് അവിടുന്ന്. നല്ല കാറ്റ് വീശുന്നുണ്ട്. ചെറിയൊരു ആശ്വാസം. അയ്യോ, എന്നില്ലേ ഞാൻ വേർത്ത് പൊടിച്ചു കേസ്. രണ്ട് വഴിയുണ്ട്, മുകളിൽ കൂടെയും പോവാം, താഴെ കൂടെയും പോവാം. ഞാൻ എന്തായാലും താഴെ കൂടെ പോകാമെന്ന് വിചാരിച്ചു. ഇനി നമുക്ക് കുറച്ച് സ്പീഡപ്പ് ആക്കാം. കുറച്ച് നേരം നിന്നപ്പോഴത്തേക്ക് ഒരു ആശ്വാസം. ഗൈസ്, അങ്ങനെ നമ്മളിതാ നമ്മുടെ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ വെള്ളച്ചാട്ടം കേട്ടോ. വെള്ളം ഇച്ചിരി കുറവാണ്. യെസ്, ഇതാണ് നമ്മുടെ വെള്ളരിമേട് വെള്ളച്ചാട്ടം. എന്തായാലും ഇതൊരു ഹിഡൻ വാട്ടർഫോൾ എന്ന് വേണമെങ്കിൽ പറയാൻ കേട്ടോ. അങ്ങനെ അധികം ആരും വരാത്ത പാലക്കാടിൻ്റെ ഒരു ഹിഡൻ വാട്ടർഫോളാണ് നമ്മുടെ വെള്ളരിമേട്. രാത്രി മാത്രം ആനകളൊക്കെ വരും. ഞങ്ങളിവിടെ സ്റ്റേ ഒക്കെ ചെയ്തിട്ടുണ്ട് രാത്രി. പിന്നെ മേലെ പോയ ഇവിടുത്തെ പാലക്കാട് മൊത്തം വ്യൂവും കാണാം. മേലെ ഇതിൽ കൂടെ പോകണം, മൊത്തം ദൂരമാണ്. ആ വഴി അല്ലേ? ആ വഴി തന്നെ പോകണം. ഇവിടെ അധികം ആരും വരില്ല. ഒരു ഹിഡൻ ആയിട്ടുള്ള ഒരു സ്പോട്ടാണെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? അധികം പേരില്ല. ഇവിടെ അറിയുന്ന ആൾക്കാർ കൂട്ടിൽ വന്നാൽ മാത്രമേ ഉള്ളൂ. ഞാൻ പിന്നെ കൂട്ടിൽ വന്നില്ല. അതേപോലെ വേറെ അറിയാത്ത വരത്തില്ല എന്ന് വെച്ചാൽ വഴി തെറ്റും. അപ്പൊ നമുക്ക് തന്നെ ഒരു 4-5 വർഷം വന്ന കാരണമാണ് അറിയാന്നുള്ള ഒറ്റ പ്രാവശ്യം വന്നിട്ട് പിന്നെ വരുമ്പോ അതെ ആ ഫെൻസിന്റെ എവിടെയൊക്കെ വന്നിട്ട് ആൾക്കാർ അവിടെ നിൽക്കും. ഒറ്റയ്ക്കായിരുന്നു. ഇപ്പതേ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. എന്റെ ബ്രോയുടെ പേരെന്താ? ശരത്ത്. അപ്പോൾ ശരത്ത് ബ്രോ ഇവിടെ ഒരുപാട് തവണ വന്നിട്ടുണ്ട്. ബ്രോയ്ക്ക് കറക്റ്റ് വഴിയും കാര്യങ്ങളൊക്കെ അറിയാം. മഴ പെയ്താലുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ മുകളിലോട്ടോ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് നിൽക്കാനൊന്നും പറ്റത്തില്ല. അതാണ് വേറൊരു കാര്യം. എന്തായാലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ്. പാലക്കാട് വരുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം വെള്ളരിമേടാണ് കേട്ടോ.
ഗൈസ് അപ്പോൾ നല്ലൊരു കുളി പാസ്സാക്കി കേട്ടോ. കുറേ കാലത്തിന് ശേഷമാണ് നല്ലൊരു വെള്ളച്ചാട്ടത്തിൽ കുളിക്കുന്നത്. ഇതേ എൻ്റെ ഫേസ് കണ്ടില്ലേ, ഐസൊക്കെ പോയി വൃത്തിയായി ഗൈസ്. ഗൈസ് അപ്പോൾ ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടത്തിൽ നിങ്ങൾ വരാതിരുന്നാൽ അത് നിങ്ങളുടെ നഷ്ടം മാത്രമാണ്. പാലക്കാട് വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വെള്ളരിമേട്ടിലോട്ട് വരണം കേട്ടോ. വന്ന് ഇവിടുന്ന് ഒരു കുളി പാസ്സാക്കിയിട്ട് പോയി കഴിഞ്ഞാൽ മനസ്സ് നിറയും ഗൈസ്. അപ്പോൾ എന്തായാലും ഗൈസ്, അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഇവിടെ അവസാനിക്കുകയാണ്. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.